ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ചിപ്പി വീട്ടിലെത്തി വിവരം അറിഞ്ഞ് സച്ചി ഇപ്പോൾ ഓടി എത്തിയിട്ടുണ്ട്. സച്ചിയെ കണ്ട പാടെ തന്നെ ചിപ്പി ഇപ്പോൾ ഓടി വന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ട ആതിര ഇപ്പോൾ ചോദിക്കുന്നു, ഇതെന്താ ഈ കാണുന്നത്? ഇവർ തമ്മിൽ ഇത്രയ്ക്ക് സ്നേഹമോ? ഉടനെ സന്ദീപ് പറയുന്നുണ്ട്, സച്ചിയേട്ടനെ കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവനല്ലേ, മോളെങ്ങനെ ഇവിടെ എത്തിയത് എന്ന് സച്ചി ഇപ്പോൾ ചിപ്പിയോട് ചോദിക്കുന്നുണ്ട്. ഉടനെ കമല പറയുന്നുണ്ട്, ഞങ്ങൾ എന്തൊക്കെ ചോദിച്ചിട്ടും ഈ കുട്ടി ഒന്നും തന്നെ പറഞ്ഞില്ല, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് കമല ഇപ്പോൾ സച്ചിയോട് പറയുന്നു. സന്ദീപ് പറയുന്നുണ്ട്, സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ പോലും ഞാൻ ഇത്രയ്ക്ക് സങ്കടം ഏട്ടൻ്റെ മുഖത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്തോ ഒരിത്. സ്കൂളിൽ നിന്ന് അന്ന് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടതാണ് എന്ന് സന്ദീപ് ഇപ്പോൾ ആതിരയോട് പറയുന്നു. മോള് വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത് എന്ന് സച്ചി ചിപ്പിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിപ്പി പറയുന്നു, പറഞ്ഞാൽ എന്നെ വിടില്ലല്ലോ അങ്കിളെ എന്നിങ്ങനെ ചിപ്പിയും പറയുന്നു. അപ്പോൾ മോളുടെ അമ്മ അന്വേഷിക്കില്ലേ എന്ന് ആതിര ചോദിക്കുന്നു. ഞാൻ അമ്മയുടെ പിണക്കമാണ് എന്ന് പറയുന്നുണ്ട് ചിപ്പി. മോൾ എന്തായി കാണിച്ചത്? മോളെ കാണാതെ അമ്മ പേടിക്കില്ലേ എന്ന് കമല ചോദിക്കുന്നുണ്ട്. ഇത് കുറച്ച് കൂടിപ്പോയി, എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ കാണിച്ചത്? മോളെ അമ്മ തല്ലിയോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നു. ഇല്ല എന്ന് ചിപ്പി പറയുന്നു. അമ്മയുമായി പിണങ്ങിയത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആരുമില്ല അങ്കിൾ എന്ന് പറഞ്ഞ് സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചിപ്പി. എന്താ മോളെ ഇത്? കരയല്ലേ, മോൾക്ക് എല്ലാവരുമുണ്ട്, സച്ചി അങ്കിളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ചിപ്പിയെ. ഉടനെ ചിപ്പി പറയുന്നുണ്ട്, എനിക്ക് അച്ഛനില്ലല്ലോ, സങ്കടം വന്നപ്പോൾ എനിക്ക് സച്ചി അങ്കിളിനെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് ചിപ്പി പറയുന്നു. അനാഥാലയത്തിൽ നിന്നെടുത്ത കൊച്ചിന് അച്ഛനും അമ്മയും എങ്ങനെ ഉണ്ടാവാനാ എന്ന് അനഘ ഇപ്പോൾ ആതിരയോട് പറയുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിക്കുക എന്ന് ആതിര പറയുന്നു. മോള് സങ്കടപ്പെടാതെ, പക്ഷേ വലിയൊരു പ്രശ്നമുണ്ട്. മോളെ കാണാതെ വരുമ്പോൾ അമ്മ അന്വേഷിക്കില്ലേ? ഇത് കുഴപ്പമാവില്ലേ? അങ്കിള് തന്നെ മോളെ വീട്ടിലേക്ക് കൊണ്ടുവിടാം എന്ന് സച്ചി പറയുന്നു. ഉടനെ ചിപ്പി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ വാശി പിടിക്കുന്നുണ്ട് ചിപ്പി. ഞാൻ അങ്കിളിൻ്റെ കൂടെ താമസിച്ചോട്ടെ, ഞാൻ യൂണിഫോമും ഡ്രസ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അമ്മുവിൻ്റെയും ഇന്ദുവിൻ്റെയും കൂടെ അങ്കിൾ എന്നെയും കൂടി സ്കൂളിലേക്ക് വിട്ടാൽ മതി എന്നും പറയുന്നു. ചിപ്പി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് സച്ചി പറയുന്നുണ്ട്, മോൾ എന്തൊക്കെയാണ് പറയുന്നത്? അതിന് മോളുടെ അമ്മ സമ്മതിക്കുമോ? അല്ലെങ്കിൽ തന്നെ മോളുടെ അമ്മയ്ക്ക് ഞങ്ങളെ കാണുന്നതേ ഇഷ്ടമല്ല. സച്ചി അങ്കിൾ പറയുന്നത് മോളൊന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. മോൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മോളോട് ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്ന് സച്ചി ചിപ്പിയോട് പറയുന്നു. എൻ്റെ മോളെ പോലെ തന്നെയാണ് മോളും, പക്ഷേ മോളെ ഇവിടെ താമസിപ്പിച്ചാൽ അത് വലിയ പ്രശ്നമാകും. മോളുടെ അമ്മയുടെ സ്വഭാവം മോൾക്കറിയാവുന്നതല്ലേ, അങ്കിൾ വീട്ടിൽ കൊണ്ടുവിടാം എന്നൊക്കെ സച്ചി പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ചിപ്പി ഇല്ല, ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ഈ സമയം ഇപ്പോൾ അനഘ അവിടേക്ക് വന്ന് ചിപ്പിയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ ആരാണെന്ന് മോൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട്, അമ്മുവിൻ്റെ ബിന്ദുവിൻ്റെ ആൻറ്റിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ അനഘ പറയുന്നുണ്ട്, അവർക്ക് ഞാൻ ആൻറ്റിയാണ്, പക്ഷേ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്, അതെന്താണെന്ന് മോൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് പറയുന്നുണ്ട്, ബന്ധം പറഞ്ഞു വന്നാൽ ഞാൻ നിൻ്റെ കുഞ്ഞമ്മയാകും എന്ന് അനഘ പറയുന്നു. കുഞ്ഞമ്മയോ എന്ന് ചോദിക്കുന്നുണ്ട് ചിപ്പി. അതെ, കുഞ്ഞമ്മ തന്നെ. ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നിൻ്റെ അമ്മയുടെ ഒരേ ഒരു രക്തബന്ധം ഞാനാണ് എന്ന് അനഘ പറയുന്നു ചിപ്പിയോട്. ഉടനെ കമല പറയുന്നുണ്ട്, അതേ മോളെ, മോളുടെ അമ്മയുടെ സ്വന്തം അനുജത്തിയാണ് അനഘ. ഇത് കേട്ട് ചിപ്പി ചോദിക്കുന്നുണ്ട്, പിന്നെന്താ കുഞ്ഞമ്മ അവിടെ താമസിക്കാത്തത് എന്ന്? നിൻ്റെ അമ്മയ്ക്ക് കുഞ്ഞമ്മയുടെ അത്രയ്ക്ക് സ്നേഹമാണ് എന്ന് ആതിര പറയുന്നുണ്ട്. സത്യമാണോ അങ്കിളെ, ഇതെൻ്റെ കുഞ്ഞമ്മയാണോ എന്ന് ചിപ്പി സച്ചിയോട് ചോദിക്കുന്നു. ഈ സമയം ഇപ്പോൾ രാജീവ് അവിടേക്ക് വരുന്നുണ്ട് പോലീസുകാരുമായിട്ട്. എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. പുറകെ തന്നെ അവന്തികയും എത്തുന്നുണ്ട്. അവന്തിക ചിപ്പിയെ കണ്ടപ്പോൾ ദേഷ്യത്തോടെ തന്നെ നിൽക്കുന്നുണ്ട്. ചിപ്പി ഇപ്പോൾ അവന്തികയെ കണ്ട് വളരെയധികം ടെൻഷൻ ആവുന്നുണ്ട്. പേടിച്ച് ഇപ്പോൾ സച്ചിയുടെ പുറകിലേക്ക് മറഞ്ഞു നിൽക്കുകയാണ്. അവന്തിക അങ്ങനെ വരുന്നത് കണ്ട് അനഘ ഇപ്പോൾ തടഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പോലീസും പട്ടാളമൊക്കെ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടുള്ള പുറപ്പാടാ? എന്ത് അതിക്രമമായത്? അതൊക്കെ പോട്ടെ, ആരോട് ചോദിച്ചില്ല നിങ്ങൾ ഈ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വന്നത് എന്നൊക്കെ അനഘ ഇപ്പോൾ അവന്തികയോട് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ മാറി നിൽക്കടി എന്ന് പറഞ്ഞ് അവന്തിക അവിടുന്ന് പിടിച്ച് മാറ്റുകയാണ് അവന്തിക. വളരെയധികം ദേഷ്യത്തോടെ എല്ലാവരെയും മാറി മാറി ഇങ്ങനെ നോക്കുകയാണ് അവന്തിക. എന്നിട്ട് ചിപ്പിയോട് പറയുന്നു, എന്താ മോളെ നീ കാണിച്ചത്? മോളെ കാണാതെ അമ്മ എത്രത്തോളം വിഷമിച്ചെന്നറിയാമോ എന്ന് അവന്തിക പറയുന്നത് കേട്ട് അനഘ പറയുന്നുണ്ട്, അതെ, നേർച്ചക്കോഴി കയ്യിൽ നിന്ന് ചാടിപ്പോയാൽ ആരും വിഷമിക്കും, കഴുത്തറുത്ത് മുറിക്കുന്നതിന് മുമ്പ് അല്പം വെള്ളമെങ്കിലും കൊടുത്തേക്കണേ എന്ന് അനഘ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് വഴക്കിടാൻ വന്നതല്ല, എൻ്റെ മോളെ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് അവന്തിക ഇപ്പോൾ പറയുന്നു. ഒരു കത്തിയെടുത്ത് എല്ലാത്തിനെയും വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്, പക്ഷേ മോളുടെ മുന്നിൽ വെച്ച് ഒന്ന് കാണിക്കാൻ വയ്യല്ലോ, ഞാൻ അവളുടെ നല്ല അമ്മയല്ലേ എന്ന് അവന്തിക പറയുന്നു. മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് അവന്തിക.
മോളെ വാ നമുക്ക് പോകാം എന്ന് അവന്തിക വീണ്ടും ചിപ്പിയോട് പറയുന്നു. ആരോടും പറയാതെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ? നീ ചെറിയ കുഞ്ഞല്ലേ, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ അമ്മ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എല്ലാവരും അമ്മയെ കുറ്റപ്പെടുത്തില്ലേ? അമ്മ മോളെ ഒന്നും പറയില്ല, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവന്തിക ഇപ്പോൾ ചിപ്പിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഉടനെ തന്നെ ചിപ്പി കൈ ഇപ്പോൾ തട്ടി മാറ്റുന്നുണ്ട്. മോളെ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം, എല്ലാവരുടെയും വീട്ടിൽ മോൾ നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് മോൾക്കറിയില്ലേ എന്നിങ്ങനെ അവന്തിക പറയുന്നത് കേട്ട് ചിപ്പി ചോദിക്കുന്നുണ്ട്. ഇതതിന് വല്ലവരുടെയും വീടല്ലല്ലോ, ഇതെൻ്റെ ആൻറ്റിയുടെ വീടല്ലേ, അനഘ ആൻറ്റി എൻ്റെ കുഞ്ഞമ്മയല്ലേ എന്നൊക്കെ ചിപ്പി ചോദിക്കുന്നത് കേട്ട് അവന്തിക പറയുന്നുണ്ട്. ഓ, അപ്പോൾ എല്ലാവരും ഒരുമിച്ചുള്ള ആക്രമണമാണല്ലേ? ഇത് കേട്ട് സച്ചി ഇപ്പോൾ പറയുന്നുണ്ട്. ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ച് കൊല്ലണമായിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് എന്നേ കൊല്ലാമായിരുന്നു. പക്ഷേ ഞങ്ങളത് ചെയ്തില്ല. ഈ കുഞ്ഞിൻ്റെ മുന്നിൽ ജയിക്കാൻ ഞങ്ങൾക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കുഞ്ഞിൻ്റെ അമ്മയായിട്ട് ജീവിച്ചാൽ മാത്രം പോരാ, ആ കുഞ്ഞ് ഹൃദയം കൊണ്ടാണ് സ്വീകരിക്കേണ്ടത്. അതെങ്ങനെയാ? കുടുംബ ബന്ധത്തിൻ്റെ വില അറിഞ്ഞവർക്ക് മാത്രമല്ലേ അത് സാധിക്കൂ. അവന്തികെ, നീ വളർത്തിയ കുഞ്ഞാണിത്. ഞങ്ങളാരും വിളിച്ചിട്ടല്ല അവൾ വന്നത്. അവൾക്കൊരു വിഷമം വന്നാൽ അവളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഈ സച്ചിയുടെ മുഖമാണ് എന്ന് കമല പറയുന്നത് കേട്ട് അവന്തിക പറയുന്നുണ്ട്. നിങ്ങളോട് തർക്കിക്കാനോ വഴക്കിടാനോ അല്ല ഞാൻ വന്നത്, ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകാനാ. മോളെ, ഇവരൊക്കെ നിന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊക്കെ നുണയാണ് എന്ന് അവന്തിക ചിപ്പിയോട് പറയുമ്പോൾ ചിപ്പി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അമ്മയുടെ അനുജത്തിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പലരും അങ്ങനെ പലതും വെറുതെ പറയും. എനിക്കെൻ്റെ മോള് മാത്രമേ ഉള്ളൂ, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവന്തിക ചിപ്പിയുടെ കയ്യിൽ പിടിക്കുകയാണ്. എന്നാൽ ചിപ്പി വീണ്ടും അവന്തികയുടെ കൈ പിടിവിടാൻ ശ്രമിക്കുന്നുണ്ട്. വാ മോളെ, അമ്മയല്ലേ വിളിക്കുന്നത്. ഇങ്ങനെ കള്ളത്തരം പറയുന്നവരുടെ മുന്നിൽ മോൾ നിൽക്കുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മ മോളെ ഒരു വഴക്കും പറയില്ല, വന്നേ എന്ന് പറഞ്ഞ് അവന്തിക ഇപ്പോൾ വിളിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട്. ഇല്ല, ഞാൻ അങ്ങോട്ടേക്ക് വരില്ല. അമ്മുവിൻ്റെയും ഇന്ദുവിൻ്റെയും കൂടെ ഞാനിവിടെ താമസിക്കാൻ പോവുകയാണ് എന്ന് ചിപ്പി പറയുന്നത് കേട്ട് അവന്തിക പറയുന്നുണ്ട്. ഇത്രയും സമയം കൊണ്ട് ഇവരെല്ലാവരും കൂടി എൻ്റെ മോളെ എൻ്റെ ശത്രുവാക്കിയല്ലേ? മോളെ, നിൻ്റെ അമ്മ ഞാനാണ്, നിന്നെ വളർത്തിയത് ഞാനാണ്, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവന്തിക ചിപ്പി ഇപ്പോൾ വിളിക്കുകയാണ്. എന്നെ വിട്, ഞാൻ അമ്മയോടൊപ്പം വരില്ല എന്ന് ചിപ്പി പറയുന്നു. അങ്ങനെ ഇപ്പോൾ ചിപ്പിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് അവന്തിക. ഇത് കണ്ട് സച്ചി തടയാൻ ശ്രമിക്കാൻ പോകുമ്പോൾ കമല ഇപ്പോൾ സച്ചിയെ പിടിച്ചു നിർത്തുന്നു. എൻ്റെ മോളെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചതിന് അവൻ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് രാജീവിനോട് പറയുന്നുണ്ട് അവന്തിക. രാജീവ് ഇപ്പോൾ വളരെ ദേഷ്യത്തോടെ സച്ചിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതുവരെ കിട്ടിയിട്ടും നീയൊന്നും പഠിച്ചില്ലേ? മൈനറായ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയാലുള്ള കേസ് എന്താണെന്ന് നിനക്കറിയാമോ? 7 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് രാജീവ് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്. അതിന് ഞാൻ ആരെയും തട്ടിക്കൊണ്ട് വന്നിട്ടില്ല, ചിപ്പി മോൾ എന്നെ കാണാൻ ഇങ്ങോട്ടേക്കാണ് വന്നത്. ഉടനെ രാജീവ് പറയുന്നുണ്ട്. അതൊക്കെ കോടതിയിൽ തെളിയിച്ചാൽ മതി, ഇവനെ പിടിച്ച് ജയിലിലിടാൻ ഇവനെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ രാജീവ് പറയുന്നു. ഈ കേസിൽ എന്നെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് കമലയും പറയുന്നു. മര്യാദയ്ക്ക് മാറി നിൽക്കുക, അല്ലെങ്കിൽ എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് കോൺസ്റ്റബിൾ ഇപ്പോൾ കമലയോട് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അത് കാണണമല്ലോ, ഇവരുടെ വാക്ക് കേട്ടാണ് മര്യാദകേട് കാണിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് സന്ദീപും പറയുന്നു. അങ്ങനെ ഇപ്പോൾ സന്ദീപിനോടും ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് രാജീവ്. ഇവരുടെ അമ്മയുടെ അരികിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന കേസാണ്, ജാമ്യം പോലും കിട്ടില്ല എന്നാണ് രാജീവ് പറയുന്നത്. സാർ ഇത് ഏതമ്മയുടെ കാര്യം ഈ പറയുന്നത്? ഇവരാണോ സാറ് പറഞ്ഞ ആ അമ്മ എന്ന് അനഘ ചോദിക്കുന്നുണ്ട്. അതിന് ഇവർ പ്രസവിച്ചതാണോ ആ കുട്ടിയെ എന്നിങ്ങനെ അനഘ ചോദിക്കുമ്പോൾ അവന്തിക ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. ഏതോ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്തു, അതെന്തിനാണെന്ന് സാറിനറിയാമോ എന്ന് അനഘ ചോദിക്കുന്നു. ഇത് കേട്ട് ഉടനെ അവന്തിക പറയുന്നുണ്ട്. നീ മിണ്ടിപ്പോകരുത് എന്ന് അവന്തിക പറയുമ്പോൾ അനഘ പറയുന്നുണ്ട്. എൻ്റെ വായ മൂടിക്കെട്ടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നെല്ലിശ്ശേരിയിലെ സേതു അങ്കിളിനെ ചതിച്ചുണ്ടാക്കിയ ആ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാനല്ലേ നിങ്ങൾ ആ കുഞ്ഞിനെ ദത്തെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ അവന്തിക അഹങ്കാരം പറയുന്നോടി എന്ന് ചോദിച്ച് അനഘയുടെ കർണത്തിനിട്ടടിക്കുന്നു. ദേ, പോലീസുകാർ നിൽക്കുന്നതൊന്നും ഞാൻ നോക്കില്ല, നിനക്കിട്ടൊരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ, വേണോ എന്നൊക്കെ കമല ഇപ്പോൾ വളരെ ദേഷ്യപ്പെട്ട് അവന്തികയോട് ചോദിക്കുന്നുണ്ട്. അനഘയെ തല്ലിയത് കണ്ടിട്ട് ഇവിടെ ആരെയും കിഡ്നാപ്പ് ചെയ്തിട്ടില്ല, ആ കുഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവരുടെ സംസാരം കേൾക്കാതെ സാർ നിയമം നടപ്പിലാക്കാൻ നോക്ക് എന്നൊക്കെ അവന്തിക ഇപ്പോൾ രാജീവിനോട് പറയുന്നുണ്ട്. ഈ തള്ളയും മക്കളും കൂടി എന്ത് ചെയ്യാനാ എന്നും പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് കേട്ട് സച്ചിയുടെ കോളറിൻ്റെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോവുകയാണ് രാജീവ്. ഇത് കണ്ടിപ്പോൾ ചിപ്പി ഇപ്പോൾ കാറിൽ നിന്നും ഇറങ്ങുന്നു. എന്നിട്ട് പറയുന്നുണ്ട്. പോലീസ് അങ്കിളെ, സച്ചി അങ്കിളിനെ ഒന്നും ചെയ്യരുത്, എന്നെ ആരും തട്ടിക്കൊണ്ട് വന്നതല്ല, സത്യമായിട്ടും എന്നെ ആരും കിഡ്നാപ്പ് ചെയ്തതല്ല എന്ന് പറയുന്നു. അങ്കിളെ, സോറി അങ്കിളെ, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഓട്ടോ വിളിച്ചാണ് ഇവിടേക്ക് വന്നത്. അതിൻ്റെ പേരിൽ സച്ചി അങ്കിളിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ സച്ചി അങ്കിളിൻ്റെ ഒപ്പം ഞാനും വരും
എന്ന് രാജീവിനോട് പറയുന്നുണ്ട് ചിപ്പി. എന്നിട്ട് അവന്തികയോട് പറയുന്നു, അമ്മേ സച്ചി അങ്കിളിനെ കൊണ്ടുപോകല്ലെന്ന് പറ, അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ ഒപ്പം വരില്ല എന്ന് ചിപ്പി ആവർത്തിച്ച് പറയുകയാണ്. മേഡം മോളെ കൊണ്ടുപോയി കാറിലിരുത്തി, ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് രാജീവ് അവന്തികയോട് പറയുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.